പോയിട്ടുള്ള ആൾ എത്ര പേരാകുമ്പോൾ എന്തിനാ പോയത്? കലയിൽ എപ്പോഴാണ് പോയത്? എന്തിനൊക്കെയാണ് പോയത്? മോൾ എന്തിനാ പോയത്? കലയിൽ എന്ത് സാധനം പോയത്? ഓർമ്മയില്ല. വേറെ ആരൊക്കെ പോയാരാ? മോൾ എന്തിനാ മോൻ പോയി കലയിൽ? എന്ത് സാധനം വാങ്ങാൻ? അപ്പോൾ അപ്പോൾ ഈ ചാല എന്ന് പറയുന്ന ഒരു കേരളത്തിൻ്റെ ഒരു വലിയ പൈതൃകമാണ്. ഈ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ അവർ എങ്ങനെ ജീവിച്ചു, എന്തൊക്കെയാണ് അവർ ചെയ്തത്, എന്തൊക്കെയാണ് അവർ അവശേഷിപ്പിച്ചത്, ഇതിൻ്റെയൊക്കെ ഒരു വലിയ തെളിവിനെയാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിനെയാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. കണ്ണുകൊണ്ട് കാണാനും തൊടാനും ഒക്കെ പറ്റുന്നത്, നമുക്ക് തൊട്ടറിയാൻ കാണാൻ പറ്റും, ആ ഒരു തരം പൈതൃകമാണ്. അതിൽ നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയും, സ്പർശം തൊട്ടൊക്കെ അറിയാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇനി അതൊന്നുമല്ല, നമുക്ക് ഭാവനയെ കാണാൻ പറ്റുമ്പോൾ സിനിമ കാണലോ, കലാരൂപങ്ങൾ കാണലോ, ഉത്സവം കാണലോ, ഭക്ഷണം കഴിക്കലോ, ഇതൊക്കെ നമുക്കൊരു അനുഭവമാണ്. അപ്പോൾ അത് ഇൻടാഞ്ചിബിൾ എന്ന് പറയാം, അസ്പർശം എന്ന് പറയും. ഇതിൽ ടാഞ്ചിബിളായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പൈതൃകത്തിൻ്റെ വലിയൊരു തെളിവാണ് ഈ ചാലക്കമ്പ്. ഈ ചാലക്കമ്പോളം എന്ന് പറഞ്ഞാൽ പണ്ടിങ്ങനെയൊന്നും അല്ല, ഇതൊരു ഒരുപാട് ഒരു വലിയ ഗ്രാമമായിരുന്നു. തുടരച്ചെട്ടി എന്ന് പറയുന്ന ഒരാൾ കരുവാരക്കുളം പോറ്റി എന്ന് പറയുന്ന ആളിൽ നിന്ന് പാട്ടത്തിൽ വാങ്ങിച്ച് വാഴയും തെങ്ങും എല്ലാം നട്ട് കൃഷിയൊക്കെ ചെയ്തിരുന്ന ഒരു വലിയ തെരുവായിരുന്നു. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മയിലാടും തോപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. നമ്മൾ ഗാന്ധി പാർക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്തിനെ കൊണ്ട് മയിലാടും തോപ്പെന്ന് തോപ്പുകളാണ്, ഇതൊരു മുഴുവൻ തോപ്പുകളാണ്. ഓരോരുത്തരും ഓരോ തരം കൃഷിരീതികളാണ്. തെങ്ങിൻ്റെ തോപ്പുണ്ട്, അങ്ങനെ പലതരം തോപ്പുകളും. അപ്പുറത്ത് പുത്തരിക്കണ്ടത്തെ കൃഷി നടക്കുന്നു, ഇവിടെ തെങ്ങിന്, അങ്ങനെ പലതരം സാധനങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ഒരു പഴയൊരു രാജാവുണ്ട്. അദ്ദേഹം നമ്മൾ ചരിത്രത്തിൽ വയസ്സൻ രാജാവ് എന്നൊക്കെ പറയും. നമ്മൾ കുട്ടികൾ മുതിർന്നവരൊക്കെ കേട്ട് കാണും. ധർമ്മരാജ എന്ന് പറയുന്ന ഒരാളുണ്ട്. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന ധർമ്മരാജാവ് ഒരു പഴയ രാജാവാണ്. വളരെ ഒരുപാട് വയസ്സ് ജീവിച്ചിരുന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവാൻ രാജാ കേശവദാസ് എന്ന് പറയുന്ന ഒരു ദിവാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാ കേശവ ധർമ്മരാജയാണ് കേട്ടോ. ധർമ്മരാജ മയിലാടും തോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ധർമ്മരാജയുടെ ദിവാനായിരുന്നു ഏറ്റവും വിശ്വസ്തനായ ദിവാൻ. നമ്മുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയില്ലേ, മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് പണ്ട് നമ്മൾ ദിവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജാവ് ഭരിക്കും, ദിവാന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ധർമ്മരാജാവിൻ്റെയും രാജാ കേശവദാസിൻ്റെ ഒക്കെ പടങ്ങൾ കാണാം, നോക്കണം കേട്ടോ. രാജാ കേശവ. അപ്പോൾ ഈ രാജാ കേശവദാസ് ആണ് തിരുവനന്തപുരം നഗരത്തിനെ ഇന്നത്തെ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ ആലപ്പുഴ പട്ടണത്തെയും തിരുവനന്തപുരം നഗരത്തെയും ഇന്നത്തെ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ വലിയ ഒരു പങ്ക് വഹിച്ചത് ഈ രാജാ കേശവദാസ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ചാല മാർക്കറ്റ് ഇന്നത്തെ രീതിയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് മാർക്കറ്റുണ്ട്. എവിടെയാണ്? നമ്മൾ അട്ടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ അപ്പുറത്ത് പാരലായിട്ട് പോകുന്ന അട്ടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ കച്ചവടക്കാർ അവരെവിടെ നിന്നാണ് വരുന്നത്? പണ്ട് നമ്മൾ കന്യാകുമാരി എന്നൊക്കെ പറയുന്ന സ്ഥലം നമ്മുടെ നാടിൻ്റെ ഭാഗമായിരുന്നു, കേരളത്തിൻ്റെ ഭാഗമായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കന്യാകുമാരി. അവിടെ തിരുവിതാംകോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടായിരുന്നു, തിരുവിതാംകോട്. ആ തിരുവിതാംകോടിൽ നിന്ന് വരുന്ന റാവുത്തർമാരെന്ന് പറയുന്ന വലിയൊരു ഭാഗമുണ്ടായിരുന്നു. റാവുത്തർമാരാരായിരുന്നു? അവർ കുതിര സവാരിക്കാരായിരുന്നു. അവർ കുതിരകളെ നന്നായിട്ട് രാജാവിൻ്റെ കുതിരകളുണ്ട്. കൊട്ടാരത്തിൽ നമുക്ക് കുതിരപ്പട്ടാളമുണ്ട്. ഇന്നത്തെ പോലത്തെ പട്ടാളമല്ല, നല്ല കുതിര പുറത്താണ് യുദ്ധത്തിന് പോകുക. അപ്പോൾ അങ്ങനെ എല്ലാ ശേഷിയും കഴിവും ഒക്കെയുള്ള തലയെടുപ്പുള്ള വലിയ വലിയ കുതിരകളാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. അപ്പോൾ കുതിരകളെ മേയ്ക്കാനും അവയെ പരിപാലിക്കാനും ഒക്കെ കഴിവുള്ള ആളുകൾ വേണമല്ലോ. അതിന് ആണ് കൊണ്ടുവന്ന പട്ടാണികളെന്ന് പറയുന്ന പട്ടാൻസ് എന്ന് പറയുന്ന വിഭാഗം വന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് റാവുത്തർമാർ വന്നു. അവർ താമസിച്ചിരുന്നൊരു ഭാഗമാണ് നമ്മുടെ അട്ടക്കുളങ്ങര. അവർ കുതിരയെ മേയ്ക്കാൻ വന്ന കൂട്ടത്തിൽ അവരുടെ പല ഉൽപ്പന്നങ്ങൾ
ഫലവ്യഞ്ജനങ്ങളായാലും അവരുടെ മലഞ്ചരക്കുകളായാലും എല്ലാം ഈ കട്ടക്കുളങ്ങര ഭാഗത്തിറങ്ങി വിൽപ്പന നടത്തുവാൻ ചെറിയ ചെറിയ കടകളും ഒക്കെയായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയപ്പോഴാണ് അതിങ്ങനെ പോരല്ലോ, ഇതിനെ ഒന്ന് പരിഷ്കരിക്കണമല്ലോ എന്ന് രാജാ കേശവദാസൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രൂപകൽപ്പന നൽകിയതാണ് ഇന്നത്തെ നമ്മുടെ ചാല എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഇവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടുന്ന് നമ്മൾ നേരെ ഒരു കല്ല് എടുത്ത് നമ്മൾ വളരെ ശക്തിയിൽ വലിച്ചെറിഞ്ഞാൽ അത് കൃത്യമായിട്ട് പോയി വീഴുന്ന കന്യാകുമാരി ഒരു നേർരേഖ പോലെയാണ്, ഒറ്റ മാപ്പാണ്. ഇവിടെ നേരെ നമ്മൾ കന്യാകുമാരി പാതയായി പോകുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിച്ച് ഒരൊറ്റയടി പാതയായി കാണുന്നത്. അതിൻ്റെ ഇരുവശവും കന്യാകുമാരിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള കച്ചവടക്കാരെ കൊണ്ടുവന്ന് അവർക്ക് കടകൾ കെട്ടിക്കൊടുത്ത് അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുന്ന വലിയൊരു തെരുവായിട്ട് വികസിപ്പിച്ചു. അങ്ങനെ തെരുവായിട്ട് വികസിപ്പിക്കുമ്പോൾ കച്ചവടത്തിന് സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? രണ്ട് തരത്തിലാണ് കൊണ്ടുവരുന്നത്. ഒന്ന് വള്ളത്തിൽ കൊണ്ടുവരും. എങ്ങനെ ഇവിടെ കൊണ്ടുവരും? നമ്മുടെ കരമനയാറിലൂടെ കിള്ളിയാറിൻ്റെ കരയിൽ, കുറ്റപ്പുറം കിള്ളിയാറില്ല, കരമനയാറ് വരേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? കിള്ളിയാറിൻ്റെ അവിടെ ഒരു പാലം കെട്ടി ഒരു കടവ് കെട്ടി സാധനങ്ങൾ ഇറക്കാൻ ഏർപ്പാട് ചെയ്തു. അവിടുന്ന് തലച്ചുമടായിട്ടും കാളവണ്ടിയിലും ചരക്കുകൾ നമ്മൾ ചാലക്കമ്പോട് പ്രവർത്തിച്ച് അങ്ങനെ വ്യാപാരം ചെയ്തു. അങ്ങനെ കൊണ്ടുവരുന്ന കാളകൾ വിശ്രമിക്കണമല്ലോ തിരിച്ചു പോകുന്നവർ. അങ്ങനെ കാളകളെ വിശ്രമിക്കാൻ കൊടുത്തൊരു സ്ഥലമാണ് ഈ ചാലക്കമ്പോളത്തിൻ്റെ ഇടതുവശത്ത് കാണുന്ന വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്ന ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ അവിടെ ഒരു FCI ഗോഡൗണൊക്കെ ഉണ്ട്. ആ ഭാഗത്താണ് പണ്ട് ഈ ചരക്ക് കൊണ്ടുവരുന്ന കാളകളെ കിട്ടുന്ന വാണിയംകുളം. കാളച്ചന്തയുമായിരുന്നു. നല്ല ലക്ഷണമൊത്ത കാളകളെ ആളുകൾ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരേ സമയത്ത് കാളകൾ വിശ്രമിക്കും, അത് വിൽക്കുകയും ചെയ്യും. അങ്ങനെ വാണിയംകുളം അവിടെ വന്നു. ഒപ്പം തന്നെ ഈ ഭാഗത്ത് നിയമപാലകരായ ആളുകളെ താമസിപ്പിക്കുന്ന, പണ്ട് രാജാവിൻ്റെ കാലത്ത് പോലീസ് എന്ന് പറയുന്ന പോലെ അന്നത്തെ ആളുകൾ നമ്മളെന്താ പറയുക, കൊത്തുവാൾമാരെന്നാണ് ഒരു ഉറുദു